പരമ്പരയെ സ്മരിച്ച് മണ്ഡപേക്ഷ ഓമിത്യേദർശനമിദം സർവം തസ്യം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്രകാലാതീതം തദപ്യോംകാര ഏവ സർവം ഏതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ് ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസക്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസക്താംഗ ഏകോനവിംശതിമുഖ പ്രയുക്തഭുക് തൈജസോ ദ്വിതീയപാദഃ യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ യേശ സർവേശ്വര യേശ സർവജ്ഞ യേശാന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭാവപ്യോ ഹി ഭൂതാനാം നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം പുരുഷം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം വ്യപദേശ്യമേകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്രാ മാത്രാശ്ച പാദ കാരോ കാരോ മകാര ഇതി ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അപാര പ്രഥമാ മാത്ര അബ്ധേരാദിമത്വാദ്വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ സ്വപ്നസ്ഥാനത്തൈജസോകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാൻ വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനസ്യ ഭവതി നാസ്യ ബ്രഹ്മവിദ് കുലേ ഭവതി ഏവം വേദ
സുഷുപ്തസ്ഥാനപ്രാജ്ഞോമകാരസ്തൃതീയമാത്രാമിതേരപീതേർവാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാരിഃ പ്രപഞ്ചോപശമസ്യോ അദ്വൈതൈവം ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം യ ഏവം വേദ. അനാദശാന്തി പ്രകടനത്തിൽ 49-ാമത്തെ കാര്യം. അലാദേ സ്പന്ദമാനേ വൈ നാഭാസാന്യതോ ഭുവ ന തതോന്യത്ര നിസ്പന്ദാത് നാനാദം പ്രവിശന്തി തേ. കിഞ്ച തസ്മിന്നേവ അലാദി സ്പന്ദമാനേ ഋജു വക്രാദ്യാഭാസ അലാദാത് അന്യതഃ കുതശ്ചിദാഗത്യ അലാദേനൈവ ഭവന്തീതി ന അന്യതോ ഭുവ ന ച തസ്മാത് നിസ്പന്ദാത് അലാദാത് അന്യത്ര നിർഗതാഃ ന ച നിസ്പന്ദം അലാദമേവ പ്രവിശന്തി തേ. വിജ്ഞാനത്തിന്റെ സ്പന്ദനമാണ് സർവം എന്നാണ് മുമ്പ് ചർച്ച ചെയ്തത്. വിജ്ഞാനത്തിന്റെ സ്പന്ദനമായി അനുഭവപ്പെടുന്നത് വിജ്ഞാനത്തിൽ നിന്ന് പുതുതായി ഉണ്ടായതല്ല. പക്ഷെ അനുഭവങ്ങൾ ഉണ്ടായി മാറി വരുന്നുണ്ട് പ്രതിക്ഷണം. അതുകൊണ്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിന്റെ പ്രതീതി ഉണ്ടാകുന്നു. ഇത് വിജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണോ ഇനി വിജ്ഞാനത്തിലേക്ക് മറ്റെവിടെ എന്തെങ്കിലും കടന്നു വരുന്നതാണോ? അങ്ങനെയൊന്നുമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ദൃഷ്ടാന്തത്തിലൂടെ വ്യക്തമാക്കുന്നു. തീക്കൊള്ളി ചുഴറ്റുമ്പോൾ അതിൽ വരുന്ന വൃത്തം അത് പുറത്തെവിടെ നിന്നും അതിലേക്ക് വരുന്നില്ല. അത് നിശ്ചലമാകുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല. അവിടെ കേവലം അഗ്നികണം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ വിജ്ഞാനം മാത്രമേ ഉള്ളൂ. ഏകമായിരിക്കുന്ന വിജ്ഞാനത്തിൽ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? നാമരൂപങ്ങളും എല്ലാം പറയുന്നത് ആഭാസം, എന്നുവെച്ചാൽ പ്രതീതി. വിജ്ഞാനത്തിന്റെ തന്നെ പലതരത്തിലുള്ള സ്ഫുരണങ്ങൾ. അത് എങ്ങനെ സംഭവിക്കുന്നു? പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും സംഭവിക്കുന്നു. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലാദ ദൃഷ്ടാന്തം പറഞ്ഞത്. അലാദത്തിൽ എങ്ങനെ സംഭവിക്കുന്നു?
ഒരു സമാധാനമുള്ള എന്താണ്? ഒരു പ്രതീതി, ഒരു തോന്നൽ. അതിൽ കവിഞ്ഞവിടെയൊന്നും സംഭവിക്കുന്നില്ല. ഋജുവക്രാദി രൂപങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ എന്നാലും അനുഭവപ്പെടുന്നു. വാസ്തവത്തിലില്ലാത്തതും അനുഭവപ്പെടാം എന്ന് പറയുന്നത് കിഞ്ചിൻ തസ്മിൻ ഏവ അലാതെ സ്പന്ദമാനെ. ആ തീക്കൊള്ളിയുടെ ചലനത്തിൽ ഋജുവക്രാദി ആഭാസ, ഈ ഋജുവക്ര പ്രതീതി, ആ തോന്നൽ, അവിടെ എന്തോ പുതുതായി ഒരു രൂപമുണ്ടായി എന്ന് തോന്നൽ, ആ വെളിച്ചത്തിൽ നിന്ന് കൂടുതലായി വെളിച്ചത്തിൽ തന്നെ രൂപങ്ങളുണ്ടാകുന്നു തോന്നുന്നത് അതെന്താണ്? ആഭാസ, കേവലം ഒരു പ്രതീതി മാത്രമാണ്. അലാദാത് അന്യതഃ കുതശ്ചിത് ആഗത്യ അലാദേ നൈവ ഭവന്തി. അതവിടെ ആ അഗ്നികണത്തിൽ നിന്നും മാറി പുറത്തെവിടെ നിന്നെങ്കിലും വന്ന് അതിൽ നമ്മൾ കാണുന്നതല്ല. കുതശ്ചിതാഗത്യ, ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വന്നിട്ട്, തീക്കൊള്ളിയിൽ നിന്ന് ഭിന്നമായ എന്ത് നിന്നെങ്കിലും വന്നിട്ട് അല്ലാതെ നൈവ ഭവന്തി, അതിൽ അങ്ങനെ അനുഭവപ്പെടുന്നതല്ല, ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടെന്ന് പറഞ്ഞു? ന അന്യതോ ഭവഃ, മറ്റൊന്നിൽ നിന്നും സംഭവിച്ചതല്ല, അന്യത്തിൽ നിന്നും സംഭവിച്ചതല്ല. ഇവിടെ വിജ്ഞാനത്തിൽ നിന്നും അന്യമായ ഏതെങ്കിലും ഒന്നിൽ നിന്ന് സംഭവിച്ചതല്ല ഈ അനുഭവങ്ങൾ, ഈ പ്രപഞ്ചപ്രതീതി. വിജ്ഞാനം തന്നെയാണ്. നജ തസ്മാത് നിസ്പന്ദാത് അലാദാത് അന്യത്ര നിർഗതാഃ. അതുപോലെ അത് നിശ്ചലമായപ്പോൾ, നിസ്പന്ദാത്, അലാദം നിശ്ചലമായപ്പോൾ അതിൽ നിന്നും അന്യത്ര നിർഗതാഃ, മറ്റെവിടേക്കും പോയതുമില്ല. പുതുതായി വന്നാലേ അതിൽ നിന്ന് പോകാൻ കഴിയും. ഒന്നും വന്നതല്ല, പ്രപഞ്ചം സൃഷ്ടിച്ചതല്ല, മറ്റെന്തിനാലെങ്കിലും സൃഷ്ടിക്കപ്പെട്ടതല്ല, സംസാരം അങ്ങനെ ഉണ്ടായതല്ല. അതുകൊണ്ട് ബന്ധനം അത് വന്നു ചേർന്നതല്ല. ഏതെങ്കിലും തരത്തിൽ പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ബന്ധനം ഈ ജീവന് സംഭവിച്ചിട്ടില്ല. ഇതവസാനിക്കുന്നുമില്ല. മോക്ഷം നേടുന്നു, ബന്ധനത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അത് വന്ന് അന്യത്ര നിർഗതാഃ, ഇത് മറ്റൊരിടത്തേക്കും പോകുന്നില്ല. അനാദത്തിൽ ഈ രൂപങ്ങൾ കാണുന്നത് പോലെ സംസാരം, ബന്ധം, മോക്ഷം, ഇതെല്ലാം കേവല പ്രതീതി മാത്രമാണ്, ഭ്രാന്തി മാത്രമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അയാളെന്ത് ചെയ്യുന്നു? ബന്ധത്തിൽ ഭ്രമിക്കുന്നു, ബന്ധമുണ്ടെന്ന് ഭ്രമിക്കുന്നു. ചിലരെന്ത് ചെയ്യുന്നു? മോക്ഷത്തിൽ ഭ്രമിക്കുന്നു, മുക്തനായി എന്ന് ഭ്രമിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ എന്താണ്? ഞാൻ ഈ സംസാരത്തിൽ നിന്നും മുക്തനായി, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഏതുപോലെയാണ്? അലാദത്തിൽ നിന്നും ഈ ഋജുവക്രാദി ആകാരങ്ങൾ മാറിപ്പോയി എന്ന് കരുതുന്നത് പോലെയാണ്. ആ പ്രതീതിക്കുള്ള വിലയേ ഉള്ളൂ മോക്ഷഭ്രമത്തിന്. അത് ബന്ധന ഭ്രമം പോലെയാണ് മുക്തിഭ്രമം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ അജാതിയെക്കുറിച്ച് പറയുന്നത്. ഏതെങ്കിലും തരത്തിലൊരു സൃഷ്ടി സംഭവിച്ചാൽ ആ സൃഷ്ടി ബന്ധിക്കും. ആ ബന്ധനത്തിൽ നിന്ന് മോചനവും ആവശ്യമായിട്ട് വരും. ഇവിടെ അത് അംഗീകരിക്കുന്നില്ല.
കേവലമായ പ്രതീതിക്കപ്പുറം മറ്റൊന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല. ആ പ്രതീതി എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് പ്രതീതിക്കപ്പുറം ഒരു നിലയുമില്ല. എന്തു തന്നെ ആകട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രതീതി ഇനി ബന്ധനത്തെക്കുറിച്ചാകട്ടെ, താൻ ബന്ധിച്ചിരിക്കുന്നു, അതും കേവലം പ്രതീതി മാത്രമേ ഉള്ളൂ. ആ പ്രതീതി ഇനി മോചനത്തെക്കുറിച്ചായിക്കൊള്ളട്ടെ, താൻ മുക്തനായിരിക്കുന്നു, അതിനും ആ പ്രതീതിയുടെ വിലയുള്ളൂ. അതുകൊണ്ട് അന്യത്ര നിർഗതാഹ, ഇതുവരെടക്കും പോകുന്നില്ല, ഒഴിഞ്ഞു പോകാനായിട്ട് ഇവിടെ ഒന്നും ഇല്ല. എന്നുവെച്ചാൽ നിസ്പന്ദം അനാദമേവ പ്രവിശന്തിത്തേ, ഇനി അത് നിസ്പന്ദമായ അനാദത്തിലേക്ക് അത് പ്രവേശിക്കുന്നു എന്ന് കരുതാൻ നിവൃത്തിയില്ല. അനാദം ചലനമറ്റാൽ അതിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന ആകാരങ്ങളെല്ലാം പ്രവേശിച്ചു എന്ന് പറയാനും വയ്യ. അതിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് പറയാനും വയ്യ. പുറത്തെവിടെ നിന്നെങ്കിലും അതിലേക്ക് കടന്നു വന്നു എന്ന് പറയാനും വയ്യ. ഇതാണ് ബന്ധമോക്ഷങ്ങളുടെ സ്ഥിതി. അത് കേവലം അജ്ഞന്റെ പ്രതീതി മാത്രമാണ്. പരമാർത്ഥത്തിലുള്ളതോ വിജ്ഞാനം മാത്രം, ചിത്തം മാത്രം. അതാണ് ഇവിടെ പറയുന്നത്. അനാദേ സ്പന്ദമാനേ വൈ നാഭാസാന്യതോ ഭുവ നതോന്യത്ര നിസ്പന്ദ നാദാദം പ്രവിശന്തിതേ നിർഗത അനാദാത്തേ ദ്രവ്യത്വാഭാവയോഗതഃ വിജ്ഞാനേപി തഥൈവ സ്യോ ആഭാസസ്യാവിശേഷതഃ കിഞ്ചന നിർഗത അനാദാത്തേ ആഭാസഗ്രഹാദിക ദ്രവ്യത്വാഭാവയോഗതഃ. ദ്രവ്യസ്യ ഭാവോ ദ്രവ്യത്വം തദഭാവോ ദ്രവ്യത്വഭാവഃ ദ്രവ്യത്വഭാവയോഗതഃ ദ്രവ്യത്വഭാവയുക്തേ വസ്തുത്വഭാവാദിത്യർത്ഥഃ. വസ്തുനോ ഹി പ്രവേശാദി സംഭവതി ന വസ്തുനഃ വിജ്ഞാനേപി ജാത്യാദ്യാഭാസ തഥൈവ സ്യു ആഭാസസ്യ അവിശേഷതഃ തുല്യത്വ. എന്നുവെച്ചാൽ കിഞ്ചന നിർഗത അനാദാത്തേ, അനാദത്തിൽ നിന്ന് ആ നിർഗമിച്ചില്ല, പുറത്തുപോയില്ല. എന്താണ് ആഭാസ? പ്രതീതികൾ, തോന്നൽ. ഇവിടെ ബാഹ്യമായി കാണുമ്പോൾ പ്രകാശവും ഒരു പ്രതീതിയാണ്. പക്ഷേ പ്രകാശത്തിലൊരു ബോധം എന്താണ്? അതൊരു വസ്തുവാണ് എന്നൊരു ബോധം ആണ് ഇവിടെ പറയുന്നത്. ദ്രവ്യത്വ ബോധം, വസ്തുവാണെന്നൊരു തോന്നൽ. ആ വസ്തുവിൽ പിന്നീട് മറ്റൊരു വസ്തു ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് അതിന്റെ രൂപങ്ങൾ, ആകാരങ്ങൾ, ഋജുവക്രാദി ആകാരങ്ങൾ. അതെല്ലാം വസ്തുക്കളാണ്. ദ്രവ്യ ഗുണകർമ്മ രൂപത്തിൽ കാണപ്പെടുന്നു. സർവവും വസ്തുക്കളാണ്. പ്രധാനമായി വസ്തുക്കളെന്ന് പറയുന്ന മൂന്നാണ്: ദ്രവ്യ ഗുണകർമ്മങ്ങൾ. നമ്മൾക്ക് അനുഭവപ്പെടുന്ന സർവവും അതിൽ ഉൾപ്പെടും. ആ ദ്രവ്യഗുണകർമ്മത്തിൽ കാണുന്ന അതിനെ പൊതുവെ പറയുകയാണ് ദ്രവ്യം, വസ്തു എന്ന്. ആ വസ്തു ആണ് പ്രകാശം. ആ പ്രകാശത്തിലാണ് നമ്മൾ മറ്റൊരു വസ്തുവിനെ കാണുന്നത്. അവിടെ നമ്മൾ തിരിച്ചറിയുന്നത് എന്താണ്? ആ പ്രകാശം അവിടെ ഉള്ളതായിരുന്നു. പക്ഷെ അവിടെ രണ്ടാമത് കണ്ട രൂപങ്ങൾ, ഋജുവക്രാദി ആകാരങ്ങൾ, അത് പ്രതീതിയാണ്. ആ തിരിച്ചറിവുണ്ടാകും. ഇവിടെ പറയുന്നത് എന്താണ്? ആ പ്രതീതി അത് ബോധ്യപ്പെടുന്നു, ഇത് ദ്രവ്യമല്ല,
എന്ന് ബോധ്യപ്പെടുന്നതുകൊണ്ട് അത് വസ്തുവല്ല എന്നും ബോധ്യപ്പെടുന്നു. ഗൃഹാദിവ എന്താണ്, വീട്ടിൽ നിന്നൊരാൾ പുറത്തു പോകുന്നു, അകത്ത് വരുന്നു, വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരുന്നു, ഒരു വസ്തുവിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെയുള്ള ഗമനാഗമനങ്ങൾ വീട്ടിലും വസ്തുവിലും നടക്കുന്നത് പോലെ ഇവിടെ ഒന്ന് വസ്തുവല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഏതാണ് ആ ആകാരങ്ങൾ, പ്രകാശത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല. ദ്രവ്യത്വ അഭാവയോഗത ദ്രവ്യസ്യ ഭാവോ ദ്രവ്യത്വം തദഭാവോ ദ്രവ്യത്വ അഭാവം. അത് വസ്തുവല്ല, അതിൽ വസ്തുത്വമില്ല. ദ്രവ്യത്വ അഭാവയോഗത ദ്രവ്യത്വ അഭാവയുക്തേ, അതിൽ വസ്തുത്വമില്ല. വസ്തുത്വ അഭാവാദിത്യ, ഇത് പുറമേ സംഭവിക്കുന്നതിന്. പക്ഷെ വിജ്ഞാനത്തിൽ എന്ത് സംഭവിക്കുന്നു? വിജ്ഞാനത്തിൽ ദ്രവ്യഗുണകർമ്മ രൂപത്തിലുള്ള വസ്തുക്കളെല്ലാം വിജ്ഞാനം തന്നെ പ്രകാശിപ്പിക്കുന്നു. അവിടെ മറ്റൊന്നുമില്ല. എന്നിട്ടതിൽ എല്ലാം ആരോപിക്കുന്നു. എന്തിനെയൊക്കെയാണോ അവിടെ പ്രകാശിപ്പിക്കുന്നത് അതിനെല്ലാം വസ്തുഭാവത്തെ ആരോപിക്കുന്നു. വാസ്തവത്തിൽ അതിൽ വസ്തുത്വമില്ല. വസ്തുത്വമല്ലെങ്കിലും വസ്തുഭാവത്തെ അവിടെ ആരോപിക്കുന്നു. ദ്രവ്യത്വഭാവയോഗത ദ്രവ്യത്വഭാവയുക്തി വസ്തുത്വഭാവ. വാസ്തവത്തിൽ അവിടെ വസ്തുത്വം ഇല്ലെങ്കിലും അങ്ങനെ പദാർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. പറയും എന്താണിത്? മനസ്സിന്റെ സ്പന്ദനം മാത്രമാണ് എന്ന് പറയും. അടുത്ത കാര്യം പറയും ചിത്തസ്പന്ദനം മാത്രമാണ്, വിജ്ഞാനത്തിന്റെ സ്പന്ദനം മാത്രമാണ്. ആ സ്പന്ദനത്തിൽ വസ്തുഭാവം വരുന്നു. വസ്തുത്വത്തെ അവിടെ കൽപ്പിക്കുന്നു, സഹജമായി കൽപ്പിക്കുന്നു. വസ്തുത്വത്തെ കൽപ്പിക്കുമ്പോൾ അതിനെന്ത് വരുന്നു? ഘനമാനങ്ങളെല്ലാം വരുന്നു, പദാർത്ഥബോധം വരുന്നു. അത് വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രവേശ നിർഗമനങ്ങളെല്ലാം സംഭവിക്കുന്നു. വീട്ടിനകത്തിരിക്കുന്നു, വീട്ടിന് പുറത്തേക്ക് പോകുന്നു, ശരീരം പ്രവേശിക്കുന്നു, ശരീരം കടന്നു പോകുന്നു. വസ്തുനോ ഹി പ്രവേശാദി സംഭവതി, വസ്തുവിൽ ഇതെല്ലാം സംഭവിക്കുന്നു. വസ്തുന, വസ്തു അല്ലെങ്കിൽ സംഭവിക്കില്ല. ഉദാഹരണം അലാദത്തിലെ രേഖകൾ തന്നെ. അത് വസ്തുവല്ല, അതുകൊണ്ടത് അവിടെ സംഭവിക്കുന്നില്ല, അത് കടന്നു വരുന്നില്ല, കടന്നു പോകുന്നുമില്ല. പക്ഷെ അങ്ങനെ തോന്നുന്നു, കടന്നു വരുന്നതായും കടന്നു പോകുന്നതായിട്ടും തോന്നുന്നു. എന്താണ്? അതിൽ വസ്തു കൽപ്പനയുള്ളത്. അതൊരു ഭാവനയാണ്, ഒരു പ്രതീതിയാണ്, ആഭാസമാണ്. ആഭാസം ഉള്ളിടത്ത് കടന്നു വരുന്നതായും കടന്നു പോകുന്നതായിട്ടും ഒക്കെ അനുഭവപ്പെടും. അതൊക്കെ അനുഭവമാണ്. അതുപോലെ വിജ്ഞാനത്തിനും അത്തരം അനുഭവങ്ങളുണ്ട്. അനുഭവത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു. അപ്പോ വസ്തുവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ കേവലം വിജ്ഞാനം മാത്രമേ ഉള്ളൂ, വസ്തു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ വസ്തുബോധത്തെ ആശ്രയിച്ചിട്ടാണ് സർവ്വവ്യവഹാരങ്ങളും നടക്കുന്നത്. ഈ ശരീരത്തെ ആശ്രയിച്ചുള്ള സർവ്വവ്യവഹാരങ്ങളും നടക്കുന്നു. ചലന വ്യാപാരങ്ങൾ തുടങ്ങി സർവവും നടക്കുന്നത് ഈ വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ആ വസ്തുത്വത്തെ നിഷേധിക്കുകയാണ്. വസ്തുത്വഭാവ എന്ന് പറയുന്നത് അത് കേവലം ഒരു അലാദ ദൃഷ്ടാന്തത്തിലൂടെ അതിനെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. അലാദ ദൃഷ്ടാന്തത്തിലത് മനസ്സിലാകും. കാരണം അവിടെ ഒരു വസ്തുബോധം അനുഭവപ്പെടുന്നു, പിന്നെ അതില്ലാതാകുന്നു. രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇവിടെ വസ്തുബോധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അതില്ലാതാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പ്രപഞ്ചാനുഭവത്തിൽ. ഇവിടെ വസ്തുബോധം തുടർന്നു തന്നെ നിൽക്കുന്നു, അതില്ലാതാകുന്ന അനുഭവമില്ല. ഇല്ലാതാകുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്,
പക്ഷെ അത് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടി വരുന്നു. സത്യമല്ല. സ്വപ്നവും സുഷുപ്തിയെല്ലാം മനനം ചെയ്ത് അത് ബോധ്യപ്പെടുന്നു. അതുവരെ അത് ബോധ്യപ്പെടുന്നില്ല. കാരണം ഇതിൽ കേവലം വസ്തുബോധം മാത്രമല്ല, ആ വസ്തുബോധത്തിൽ തന്നെ സ്ഥായിത്വം, ദൃഢത, നൈരന്തര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാം കൂടി ചേർന്നാണ് പ്രതീതി എന്ന് പറയുന്നത്. അതിനെ പ്രതീതിയായി കാണുന്നവന് എന്താണ്? വിജ്ഞാനേവി ജാത്യാദി ആഭാസഃ. പലതരത്തിലുള്ള ധർമ്മങ്ങൾ, ജാതിധർമ്മങ്ങൾ, ഒരു വസ്തുവിന്റെ അനിശ്ചിതതയെ കാണിക്കുന്ന അതിന്റെ സവിശേഷത, അതാണ് ജാതിധർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനേക ധർമ്മങ്ങളോടുകൂടി കാണുന്നു, കാലദേശങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്നു. ഈ ധർമ്മങ്ങളെല്ലാം തന്നെ കേവലം ആഭാസഃ, പ്രതീതി മാത്രമാണ്. തഥൈവ സ്യുഃ, ആലാദത്തിൽ കണ്ടതുപോലെ തന്നെ എന്നും മനനം ചെയ്താൽ മനസ്സിലാകും. ആഭാസസ്യ അവിശേഷതഃ തുല്യത്വാദ്, രണ്ടും പ്രതീതി മാത്രമാണ്. രണ്ടും പ്രതീതി മാത്രമാണെന്ന് പറയുന്നതിന് എന്താണ് കാരണം? വളരെ ലളിതമായ കാരണം. അലാദത്തിലെ ആകാരങ്ങൾ എവിടെ കണ്ടു? കാണുന്നവന്റെ വിജ്ഞാനത്തിലാണ് കണ്ടത്. അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അലാദത്തിലല്ല, സ്വന്തം വിജ്ഞാനത്തിൽ. ഏത് വിജ്ഞാനമാണോ അതിനെ കണ്ട അവിടെ. പ്രപഞ്ചം എവിടെ അനുഭവപ്പെടുന്നു? അതെങ്ങനെയായാലും ശരി, സ്ഥായിയായിട്ടായാലും ശരി, ഇനി അസ്ഥിരമാണെന്ന് പറഞ്ഞാലും ഇതെവിടെ അനുഭവപ്പെടുന്നു? വിജ്ഞാനത്തിൽ. ഇത് രണ്ടും ഒരേ സ്ഥാനത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് പറയുന്നത് ഇതും അതും രണ്ടും പ്രതീതിയാണ് എന്ന് പറയുന്നു. വിജ്ഞാനത്തിലല്ലാതെ പ്രപഞ്ചാനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ചാർവാകനുമില്ല. ഇതെല്ലാം സത്യമാണെന്ന് പറയുന്നവന്, കാണുന്നതെല്ലാം സത്യമാണെന്ന് പറയുന്നവനാണ് ചാർവാകൻ. അവന്റെ അനുഭവം എവിടെയാണ്? സ്വന്തം വിജ്ഞാനത്തിൽ തന്നെ. അതല്ലാതെ ഒരനുഭവം നിലയില്ല ആർക്കും. അപ്പൊ വിജ്ഞാനത്തിൽ ആണിത് പ്രതീതമാകുന്നതെങ്കിൽ, വിജ്ഞാനത്തിൽ തന്നെയാണ് അലാദ ചക്രവും പ്രതീതമായെങ്കിൽ, രണ്ടിന്റെ ആധാരം ഒന്നായി വിജ്ഞാനം. ഒന്ന് കേവലം ആഭാസമാണ്, പ്രതീതിയാണെന്ന് തൽക്കാലം ബോധ്യപ്പെട്ടെങ്കിൽ, മറ്റേതും സ്ഥായിയായി സ്ഥിരമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചവും ഇവിടുത്തെ ബന്ധമോക്ഷങ്ങളും ഇതുപോലെ പ്രതീതിയാണെന്ന് ബോധ്യപ്പെടാം. എന്തുകൊണ്ട്? ഇവിടെയും വിജ്ഞാനം തന്നെയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് വിജ്ഞാനത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇതൊക്കെ അനുഭവപ്പെടണം. അങ്ങനെ ഒന്നില്ല. അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ അത് വിജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിജ്ഞാനേവി. ഈ വിജ്ഞാനത്തിലും അവിടെയും വിജ്ഞാനമാണെങ്കിൽ ഇതും വിജ്ഞാനമാണ്. വിജ്ഞാനമല്ലാതെ മറ്റൊന്നിനും ഒരനുഭവം നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് സ്ഥായിയായി, സ്ഥൂലമായി, ദൃഢമായി, നിരന്തരമായി എന്തൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാലും ശരി, സർവവും സ്വവിജ്ഞാനത്തിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും എങ്ങനെയാകും? ഒന്നിന് സത്യം എന്ന് പറയാൻ എന്തുകൊണ്ട്? ഇത് രണ്ടും അനുഭവപ്പെടുന്ന ഒരേ വിജ്ഞാനത്തിൽ. അതുകൊണ്ട് ആ വിജ്ഞാനം അത് സത്യമാണ്. സത്യമെന്ന് അനുഭവപ്പെടുന്നതും വിജ്ഞാനത്തിൽ തന്നെ. ഭ്രാന്തി എന്നും ബോധിക്കുന്നതും വിജ്ഞാനത്തിൽ തന്നെ. അതുകൊണ്ട് വിജ്ഞാനം പരമാർത്ഥം, അതിന് മാത്രമേ പാരമാർത്ഥികമായ നിലയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മുമ്പ് പറഞ്ഞല്ലോ, വ്യാവഹാരികമായി ചിന്തിക്കുമ്പോൾ ഇതിന്റെ സത്യത്വം ദൃഢപ്പെടും. പാരമാർത്ഥികമായി ചിന്തിക്കുമ്പോൾ ഇതിന്റെ പ്രതീതി ദൃഢപ്പെടും.
ചിന്തയിൽ വരുന്ന വ്യത്യാസം. അതുകൊണ്ട് പറയുന്നു വിജ്ഞാനവി ജാത്യാദ്യാഭാസ. ഈ വിജ്ഞാനത്തിലും ഇവിടെ അത് ഏത് തരത്തിൽ അനുഭവപ്പെട്ടാലും ശരി, എത്ര സത്യമായി അനുഭവപ്പെട്ടാലും ശരി, അതെല്ലാം തഥൈവ. ഇതിനെ നിഷേധിക്കാമായിരുന്നു. എവിടെയെങ്കിലും ഒരാൾക്ക് ഈ ആഭാസം, ഈ പ്രതീതി അനുഭവപ്പെടാതിരുന്നെങ്കിൽ അതങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താണ്? ആഭാസം അല്ലെങ്കിൽ പ്രതീതി അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അതും എങ്ങനെ? ഒരു വസ്തുബോധത്തിൽ തന്നെ, ഒരു വസ്തുബോധത്തിന് ശേഷം, സ്വപ്നത്തിലേക്കൊന്നും പോണ്ട, ജാഗ്രതയിൽ തന്നെ. അതിനാണ് ഇവിടെ 100 ദൃഷ്ടാന്തം പറയുന്നത്. രജ്ജു സർപ്പം, മരുമരീചിക, സുത്തികാരചിതം തുടങ്ങി നിരവധി ഉദാഹരണങ്ങൾ പറയുന്നു. ഇവിടെയെല്ലാം എന്ത് വരുന്നു? ആഭാസം അല്ലെങ്കിൽ പ്രതീതി വ്യക്തമാകുന്നു. അനുഭവങ്ങളിൽ എവിടെയെങ്കിലും പ്രതീതി വ്യക്തമായാൽ അതെവിടെയാണ് വ്യക്തമാകുന്നത്? സ്വവിജ്ഞാനത്തിൽ തന്നെ, മറ്റൊരിടത്തുമല്ല. സാധാരണ നമ്മൾ ഇപ്പം എന്താണ് ബോധമുണ്ടാകുന്നത്? പരനിമിത്തമായിട്ടാണ്. അന്യൻ നമ്മളെ ബോധിപ്പിക്കുന്നു. ആത്മാവുണ്ട്, ബന്ധമുണ്ട്, മോക്ഷമുണ്ട്. അപ്പം വിജ്ഞാനം നമ്മൾ സാധാരണ ആർജിക്കുന്നത് പരപ്രയുക്തമായിട്ടെന്ന് പറയും. മറ്റുള്ളവർ ബോധിപ്പിക്കുമ്പം അല്ലെങ്കിൽ മറ്റ് നിമിത്തങ്ങളിലൂടെ നമ്മൾ ആർജിക്കും. രണ്ടു തരത്തിൽ സംഭവിക്കും. ആചാര്യം ബോധിപ്പിക്കുന്നു, ശ്രോതാക്കൾ ഗ്രഹിക്കുന്നു. അത് പരപ്രയുക്തമായിട്ട് മറ്റൊരു പ്രേരണയിലൂടെ ഗ്രഹിക്കുന്നതാണ്. അല്ലെങ്കിൽ വിജ്ഞാനം എങ്ങനെ വരും? അവൻ ആർജിക്കുന്നു, സ്വന്തം പരിശ്രമത്തിലൂടെ. നമ്മൾ എഞ്ചുകൂടി മനഃപ്പാഠം ചെയ്യുന്നു, പരിശ്രമിച്ചാണ്, ആർജിക്കുകയാണ് ആ വിജ്ഞാനം. ബാല്യം മുതൽ മരണം വരെ വിജ്ഞാനം ആർജിക്കുകയാണ്. ഇങ്ങനെ ആർജിക്കുന്നതും പരപ്രയുക്തമായിട്ട് വരുന്നതും പിന്നെ മറ്റൊന്ന് വരുന്നത് വിജ്ഞാനം പരിചയത്തിലൂടെ വരുന്ന നാമരൂപങ്ങളെല്ലാം കാണുന്നു. കണ്ട് അതിന്നതാണ് ഇന്നതാണെന്ന് ബോധിക്കുന്നു. അത് നമ്മൾ ആർജിക്കുന്ന വിജ്ഞാനം തന്നെ. പക്ഷെ വലിയ പരിശ്രമം വേണ്ടി വരത്തില്ല. ഇത് പുസ്തകമാണ്, ജനിച്ചപ്പോഴേ ഇത് പുസ്തകമാണെന്ന് അറിഞ്ഞില്ല, കാലം കൊണ്ടറിഞ്ഞു. അതിന് മറ്റു പലരുടെയും സഹായം വേണ്ടി വന്നിരിക്കാം. സഹജമായിട്ടാണെങ്കിലും അത് ക്രമികമായി സംഭവിക്കുന്നതാണ്. ഈ തരത്തിലൊക്കെയാണ് നമ്മൾ വിജ്ഞാനത്തെ ആർജിക്കുന്നത്, ജ്ഞാനമുള്ളവരായി മാറുന്നത് അല്ല. ഇങ്ങനെ ആർജിക്കുന്ന ഒരു വിജ്ഞാനവും അത് സത്യമായിരിക്കത്തില്ല. കാരണം ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. എന്റെ മുമ്പ് ഇരിക്കുന്ന ഈ വസ്തുവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടായത് അത് സഹജമല്ല. കാരണം അതിന് കാലദേശങ്ങളെയൊക്കെ അപേക്ഷിച്ച് അതുണ്ടായത്. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഉണ്ടായതല്ലല്ലോ. പുതിയൊരു വസ്തുവാണെങ്കിൽ നമ്മൾ അന്വേഷിക്കും, മനസ്സുകൊണ്ട് അന്വേഷിക്കും, ഇതെന്താണ്, ഇതെവിടെ നിന്നുണ്ടായി, ഇതാരുണ്ടാക്കി, ഇതിന്റെ നാമം എന്ത്, രൂപമുണ്ട്, ഇതിന്റെ സവിശേഷതകളുണ്ട്, അതിന്റെ സാമാന്യ വിശേഷ ഭാവങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചോ, സ്വയം ചിന്തിച്ചോ?
അല്ലെങ്കിൽ അന്വേഷിച്ചൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരറിവും സത്യമാകാൻ വഴിയില്ല. സത്യമായ അറിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിങ്ങനെയൊന്നുമല്ല ഉണ്ടാകുന്നു. അത് സഹജമായി തന്നെ സംഭവിക്കുന്ന അറിവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. സഹജമായി സംഭവിക്കുന്ന എന്ന് പറയുന്നത് ഏത് സമയമാണോ നമ്മൾ ഭ്രമത്തിൽ നിന്ന് മുക്തി നേടുന്നത്, ആ ക്ഷണം ഉണ്ടാകുന്ന അറിവ് മാത്രമേ സഹജമായി സംഭവിക്കുന്നുള്ളൂ. അതെങ്ങനെ ആ മുക്തി നേടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഏത് വിഭ്രാന്തിയിൽ നിന്ന് നമ്മൾ മുക്തി നേടും? സർപ്പഭ്രാന്തി മാറി. എങ്ങനെ അറിവുണ്ടായത്? ആരെങ്കിലും ഉണ്ടാക്കി തന്നാണ്? അല്ല. ഏതെങ്കിലും ഒരു ഭ്രമത്തിൽ നിന്ന് മോചിക്കുമ്പോൾ അത് സഹജമായി സംഭവിക്കുന്നതാണ്. ഭ്രമം മാറുന്നു, അത്രയേ ഉള്ളൂ. വെളിച്ചം വന്ന് ഇരുട്ട് മാറുന്നതുപോലെ. അതാണ് ഇവിടെ പറയുന്നത്. ഭ്രാന്തി മാറുന്നത് സത്യാനുഭവം. അലാദത്തിൽ കാണുന്ന ഋജുവക്രാദി ആകാരങ്ങൾ ഭ്രാന്തിയാണെങ്കിൽ ആ ഭ്രാന്തി മാറുന്നത്, ആ ഭ്രാന്തി മാറുന്ന അറിവാണ്. അലാദം നിശ്ചലമാകുന്നു, ഭ്രാന്തി മാറുന്നു. ആ ഭ്രാന്തി മാറുന്നത് ഏത് തരത്തിലായാലും ശരി, അത് സഹജമായി സംഭവിക്കുന്നു. ഭ്രാന്തി അവസാനിക്കുന്നു. എവിടെയെല്ലാം ഭ്രാന്തിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നത് ഒരു ദൃഷ്ടാന്തമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ്, സത്യമായിട്ടുള്ള അറിവ്. മറിച്ച് ഒരു അനുഭവം എത്ര കാലം നിന്നാലും ശരി, എത്ര സ്ഥായിയായി സ്ഥിരമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാലും ശരി, അത് സഹജമായ അറിവല്ല. കാരണം അവിടെ ഭ്രാന്തി മാറുന്നില്ല. ഭ്രാന്തി മാറുമ്പോൾ ഇതും അദ്വൈതത്തിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. യഥാർത്ഥ അനുഭവം എന്ന് അതിനെ പറയാൻ പറ്റും. എപ്പോൾ എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അത്തരം യഥാർത്ഥ അനുഭവങ്ങളിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഈ ഭ്രാന്തിയിൽ നിന്ന് ഈ വിജ്ഞാനം മോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിജ്ഞാനത്തിന് ഈ ഭ്രാന്തിയിൽ നിന്നും പൂർണ്ണമായും മാറണമെന്നുള്ള ആഗ്രഹം വരുന്നത്. അടുത്ത് പറയും, അങ്ങനെ ഒരു ഇച്ഛയെക്കുറിച്ച് പറയും. ഇതിൽ നിന്ന് മോചിക്കണമെന്നുള്ള ഒരാഗ്രഹം വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ വിജ്ഞാനത്തിന്റെ ഭ്രാന്തി മാറുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിന്റെയോ ചിന്തയുടെയോ കാര്യമല്ല, കേവലമായ വിജ്ഞാനത്തിന്റെ കാര്യം. ഈ വിജ്ഞാനം സഹജമായി ഭ്രാന്തിയിൽ നിന്ന് മോചിക്കുന്നത് കൊണ്ട് പക്ഷെ അവിദ്യ മാറുന്നില്ല, മായ മാറുന്നില്ല. വീണ്ടും ഈ ഭ്രാന്തിയിൽ നിന്നുള്ള ഒരു മോചന അത് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അത് ചാർവാകന് സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം സത്യമാണെന്ന് കരുതുന്നവനും ഭ്രമത്തിന് അടിമപ്പെടും, ഭ്രമത്തിൽ നിന്ന് മുക്തനാകും. എന്തുകൊണ്ട്? അവിടെയും അതും വിജ്ഞാനം തന്നെ. ചാർവാകനെന്ന് പറയുന്നതും വിജ്ഞാനം തന്നെ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനും വിജ്ഞാനം തന്നെ. രണ്ടിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് തന്നെ. കാണുന്നത് സത്യമാണെന്ന് ചാർവാകൻ എന്തുകൊണ്ട് പറയുന്നു? അവനും ഭ്രമത്തിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. സത്യം എന്താണെന്ന് അറിയുന്നതിനുള്ള ആഗ്രഹം കൊണ്ടാണ്. സത്യത്തെ എവിടുന്ന് അറിഞ്ഞു? അറിയാൻ ആഗ്രഹം വരണമെങ്കിൽ അത് അറിയണമല്ലോ. അത് ഈ പ്രതിക്ഷണം ഈ ഭ്രാന്തിയിൽ നിന്ന് മുക്തമായി വിജ്ഞാനം ഇങ്ങനെ നിലനിൽക്കുന്നുകൊണ്ടാണ്. അത് സർവ്വവിജ്ഞാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ സർവ്വധർമ്മങ്ങളും സർവ്വജീവന്മാരിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ഭ്രമമുക്തി. അതുകൊണ്ടാണ് പറഞ്ഞത് വിജ്ഞാനേവി, വിജ്ഞാനത്തിലും ഇത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബാഹ്യമായ വസ്തുബോധം, ആ വസ്തുബോധത്തെ ആശ്രയിച്ചു വരുന്ന പ്രതീതി, ആ പ്രതീതിയിൽ നിന്നുള്ള മോചനം, അതുപോലെ വിജ്ഞാനത്തിൽ വരുന്ന സർവവസ്തുബോധങ്ങളിൽ നിന്നുമുള്ള മോചനം, അതും സംഭവിക്കണം. അത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിരന്തരമായിട്ടുള്ള ഈ ഭ്രമമുക്തി ഈ വിജ്ഞാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്ഥായിയാകാത്തതുകൊണ്ട് പറയുന്നു എന്താണ്, ഇവിടെ മായയുണ്ട്, അവിദ്യയുണ്ട് എന്നെല്ലാം പറയുന്നു. ആഭാസസ്യ അവിശേഷത, സർവത്ര ആഭാസമാണ്, ഒരുപോലെ ഇരിക്കുന്നു. നിങ്ങൾ ബാഹ്യമായി സത്യമെന്ന് കാണുന്ന ഈ വസ്തുക്കളിലായാലും ശരി, അല്ല ഇനി ഭ്രമമാണെന്ന് നിങ്ങൾക്ക് ബോധിച്ച വസ്തുക്കളിലായാലും ശരി, രണ്ടിടത്തും പ്രതീതി സമാനമാണ്. ഒരിടത്ത് പ്രതീതിയിൽ നിന്ന് മുക്തമായി, മറ്റൊരിടത്ത് ആ പ്രതീതി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. സ്മൃതിയല്ല, സ്മൃതി എന്ന് പറയുന്നത് അനുഭവിച്ചിട്ട് അതിനെക്കുറിച്ച് സ്മരിക്കുന്നത്. ഭ്രമത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് അനുഭവമാണ്. നമ്മളൊരു വസ്തുവിനെ അനുഭവിച്ചിട്ട് പിന്നെ അതിനെ സ്മരിക്കുന്നതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. ഇന്ദ്രജാലം കണ്ടുകൊണ്ടിരിക്കുന്നു, അത് ബോധ്യപ്പെടുന്ന ഇത് ഇന്ദ്രജാലമാണ്, അത് സ്മൃതിയല്ല, അത് അനുഭവമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾക്കൊരു ഭ്രാന്തി ഉണ്ടായി, ഏതു തരത്തിലും ഉണ്ടാകാം. മിത്രത്തെ കണ്ടപ്പോൾ ശത്രുവാണെന്ന് തോന്നിയ ഒരു ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയിൽ നിന്ന് അയാൾ മോചിതനാകുന്നു, അത് മിത്രമാണെന്നറിയുന്നു. ഇത്തരത്തിൽ നിരന്തരമായ ഭ്രാന്തിയിൽ നിന്നും മുക്തനായിക്കൊണ്ടിരിക്കുന്നു. സത്യബോധം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല. ഒരു ഭ്രമത്തിൽ നിന്ന് നമുക്ക് കൃത്രിമമായി മോചിക്കാൻ കഴിയത്തില്ല. ഭ്രമത്തെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കും, ഭ്രമത്തിൽ നിന്ന് കൃത്രിമമായി മോചിക്കാൻ പറ്റത്തില്ല, സഹജമായി സംഭവിക്കുന്നതാണ്. ഭ്രമത്തെ നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? വിജ്ഞാനം തന്നെ തന്റെ സ്വരൂപത്തെ സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതാണ് അറിവ് സ്വയം പ്രകാശമാണെന്ന് പറയുന്നത്. അതിന്റെ താല്പര്യം അതാണ്. അതുകൊണ്ട് സത്യത്തിനോടുള്ള ആകാംക്ഷ ഇവിടെ ഇനി പറയും. അതുകൊണ്ട് ഈ വിജ്ഞാനത്തിൽ തന്നെ ഉണ്ടാവും സത്യത്തിനോടുള്ള ആഗ്രഹം. അത് ഇവിടെ കൊണ്ട് എന്നെത്തിക്കുന്നത്, ചാർവാകനെ കൊണ്ട് എത്തിക്കുന്നത് ഈ പ്രതീതി തന്നെ സത്യമാണെന്നുള്ള നിലയിലാണ്. കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കുന്നവരാണെങ്കിലോ ബന്ധം, മോക്ഷം തുടങ്ങിയ സങ്കല്പങ്ങളുണ്ടാക്കി ആ പ്രതീതികളാണ് സത്യം എന്നുള്ള നിലയ്ക്ക് കൊണ്ടെത്തിക്കും. ഇവിടെ പറയുന്നതല്ല. നിങ്ങളുടെ സങ്കല്പത്തിലൂടെ എന്തൊക്കെ കണ്ടെത്തുന്നു, അത് ബന്ധവും മോക്ഷവും വരെ ആയാലും ശരി, അതെല്ലാം എന്താണ്? പ്രതീതി, കേവല പ്രതീതി മാത്രമാണ്. നമുക്ക് പ്രദക്ഷിണം അനുഭവപ്പെടുന്ന ഈ ഭ്രമങ്ങളിൽ നിന്നും മോചിക്കുന്നത് പോലെ ബന്ധമോക്ഷ പ്രതീതികളിൽ നിന്നും മോചിക്കണം. പ്രതിബോധവിദിതം എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന അതാണ്, അക്കാര്യമാണ്. നിർഗത അലാതാത്തേ ദ്രവ്യത്വാഭാവയോഗത വിജ്ഞാനേപി തഥൈവ സ്യുഃ
ആഭാസസ്യാവിശേഷത കഥം തുല്യത്വമിത്യാഹ വിജ്ഞാനേ സ്പന്ദമാനേ വൈ നാഭാസാന്യതോ ഭുവാ ന തതോന്യത്ര നിസ്പന്ദാത് ന വിജ്ഞാനം വിശന്തിതേ. ഉദാഹരണത്തിൽ നേരത്തെ വ്യക്തമാക്കിയതിന് വിജ്ഞാനത്തിൽ ഘടിപ്പിച്ച് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. അതിൽ താല്പര്യം ഇതാണ്. കാരണം ഭ്രാന്തിയും ഭ്രാന്തിയിൽ നിന്നുള്ള മോചനവും സത്യാനുഭവവും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അസ്വയം സംഭവിക്കുന്നു. അതുപോലെ ഈ വിജ്ഞാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതീതിയിൽ നിന്നുള്ള മോചനവും സംഭവിക്കണം. അതെവിടെ സംഭവിക്കണം? വിജ്ഞാനത്തിൽ തന്നെ സംഭവിക്കണം. വിജ്ഞാനത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഇത് പ്രതീതിയാണെന്ന നിലയിൽ ഇത് നിലനിൽക്കണം. പ്രപഞ്ചം കേവലം പ്രതീതിയായി നിലനിൽക്കണം. അലാദത്തിൽ ആകാരങ്ങൾ പ്രതീതിയാണെന്ന് ബോധ്യപ്പെടുന്നു. ഇവിടെ ഉദാഹരണം പറഞ്ഞെന്താണ്? നിസ്പന്ദമാനെ, അലാതെ സ്പന്ദിക്കാതിരിക്കുന്നു. ഇനി അലാതെ സ്പന്ദിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അലാതെ സ്പന്ദിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ ഒരാളിന് അത് ബോധ്യപ്പെടുന്നു. എന്താണ്? ഈ ആകാരങ്ങൾ അലാദത്തിലുള്ളതല്ല, അത് പുറമേ എവിടെ നിന്നെങ്കിലും അലാദത്തിലേക്ക് വന്നതല്ല. ഇത് നിശ്ചലമാകുമ്പോൾ ഇത് അലാദത്തിൽ നിന്ന് മറ്റെങ്ങോട്ടും പോകുന്നതല്ല, കേവല പ്രതീതി മാത്രമാണ്, ഒരനുഭവം മാത്രം. പ്രതീതി എന്ന് പറഞ്ഞാൽ ഒരനുഭവം. ആ അനുഭവത്തിൽ അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒന്നുണ്ട്, ഒരാകാരം ഉണ്ട് എന്നുള്ളത് എന്നൊരനുഭവം കൂടിയുണ്ട്. അഗ്നികണത്തിന്റെ അനുഭവം, അവിടെ ആകാരത്തിന്റെ അനുഭവം, അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്നുള്ള അനുഭവം അതുണ്ട്. പക്ഷെ അത് ഇന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കിയ ഒരാൾ, അത് നേർവരെ അല്ല എന്ന് മനസ്സിലാക്കിയ ഒരാൾ, അതായത് വേഗത്തിൽ ചലിക്കുന്ന ഒരു ബിന്ദു നേർവരെയോ വൃത്തത്തെയൊക്കെ സൃഷ്ടിക്കും. അതൊരു ചലനമാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം അതെല്ലാം വസ്തുവായി തന്നെ പ്രതീതമായിക്കൊണ്ടിരിക്കും. അത് പലപ്പോഴും നമുക്കങ്ങനെ സംഭവിക്കും. പക്ഷെ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് ദർശിച്ചാൽ, അപ്പോ വിജ്ഞാനത്തിൽ അതിനെ സംബന്ധിച്ചൊരു ബോധ്യപ്പെടലുണ്ടാവും. പ്രതീതി അങ്ങനെ നിലനിന്നു കഴിഞ്ഞാലും അതിൽ വസ്തുത്വമില്ല, നേരത്തെ പറഞ്ഞതാണ്, ദ്രവ്യത്വമില്ല എന്ന് ബോധ്യപ്പെടുന്നു. അതുപോലെ ബാഹ്യമായ പ്രപഞ്ചത്തിലും അത് നാനാരൂപത്തിനും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് അതിലൊരു വസ്തുത്വമില്ല എന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നാന്യതോ ഭുവ, മറ്റെവിടെയെങ്കിലും കടന്നു വന്നിട്ട് വിജ്ഞാനം അതിനെ ഗ്രഹിക്കുന്നതല്ല. അടുത്തു വരുന്ന കാര്യങ്ങളിൽ അതും പറയും. എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടാ? നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാനൊരു വസ്തുവിനെ സൃഷ്ടിച്ചു, എന്നിട്ട് എന്റെ വിജ്ഞാനം അതിനെ ഗ്രഹിക്കുന്നു. സാധാരണ യുക്തിയിൽ തോന്നുന്നതാണ്. അങ്ങനെ സംഭവിക്കുന്നില്ല.
കാരണം അവിടെ പറയുന്നു ഞാൻ ദീർഘകാലം കൊണ്ട് ഇന്ന ദേശത്താണ് വസ്തുവിനെ സൃഷ്ടിച്ചത്. അതെങ്ങനെ എന്റെ വിജ്ഞാനത്തിന്റെ പ്രതീതിയാകും പറയുന്നു. ഒരു വസ്തുവിനെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ബോധപൂർവം അല്ലാതെ ഈ വിജ്ഞാനം സൃഷ്ടിക്കുന്ന പലതും കൂടി ചേരുന്നുണ്ട് അവിടെ. എന്താണ്? ദേശകാലങ്ങൾ. അപ്പോൾ വസ്തുവിന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ദേശകാലങ്ങൾ കൂടി വിജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്. അതല്ലേ സുഷുപ്തിയിൽ ദേശകാലങ്ങളില്ല, വസ്തുബോധമില്ല. അപ്പോൾ ദേശകാലങ്ങളെ സൃഷ്ടിക്കുന്ന വിജ്ഞാനം തന്നെ ആ ദേശകാലങ്ങളെ ആശ്രയിച്ച് വസ്തുക്കളെ പ്രതീതമാക്കുന്നു. അങ്ങനെ സംഭവിക്കാമോ? പ്രതീതി മാത്രമായി ഉണ്ടാകുമോ? അതിനാണ് അലാദത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞത്. അതുകൊണ്ട് പറയുന്നു അലാദേന സമം സർവം വിജ്ഞാനസ്യ. ഇവിടെ എന്തെല്ലാം പ്രതീതി നിങ്ങൾക്കുണ്ടാകുന്നോ അത് ഏറ്റവും സൂക്ഷ്മമായ കാലവും ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ദേശവും ആയാലും ശരി, സർവവും എന്താണ്? ഈ അലാദ സമമാണ്. വിജ്ഞാനത്തിലെ പ്രതീതി മാത്രമാണ്. ഇത് മൂർത്തമായൊരു വസ്തുവല്ലേ, മറ്റത് അമൂർത്തമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അനുഭവപ്പെടുമ്പോൾ മൂർത്തമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് അനുഭവപ്പെടുന്നത് കൊണ്ട് അത് അമൂർത്തമാവണമെന്നൊന്നുമില്ല, മൂർത്തമാവണമെന്നുമില്ല. ഇന്ദ്രജാലക്കാരന്റെ അടുത്ത് പറയും അയാളൊരു വിത്ത് കുഴിച്ചിട്ട് ക്ഷണം കൊണ്ട് അതൊരു വൃക്ഷമായി മാറി. ഇതെല്ലാം കാണാൻ പറ്റും. അതുകൊണ്ടത് മൂർത്തമാവണമെന്നില്ല. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം മൂർത്തമാകണമെന്നുമില്ല. അത് അമൂർത്തമാണെങ്കിൽ ഇതും അമൂർത്തം തന്നെ, മൂർത്തമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് പറയുന്നു അലാദേന സമാനം എന്ന്. വിജ്ഞാനത്തിൽ പദാർത്ഥങ്ങൾ നിലനിൽക്കുന്നതാണ് ഇവിടെ പറയുന്ന തുര്യാധികം എന്ന് പറയുന്നു. അലാദ സമാനമായി വിജ്ഞാനത്തിൽ അനുഭവപ്പെടുന്നു. സദാ അചലത്വന്തു വിജ്ഞാനസ്യ വിശേഷ. ഇവിടെ രണ്ടു കാര്യം പറഞ്ഞു. അലാദത്തിന്റെ സ്പന്ദനം അലാദം അസ്പന്ദമാകുന്നു. അതുപോലെ വിജ്ഞാനം സ്പന്ദിക്കുകയും വിജ്ഞാനം സ്പന്ദിക്കാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമാണ്. എന്തുകൊണ്ട്? വിജ്ഞാനം ഏതെങ്കിലും തരത്തിൽ സ്പന്ദിക്കാതിരുന്നിരിക്കട്ടെ, വീണ്ടും മറ്റെന്തെങ്കിലും നിമിത്തങ്ങൾ കൊണ്ട് ഇത് സ്പന്ദിക്കാൻ വീണ്ടും ഇതെല്ലാം വീണ്ടും അനുഭവപ്പെടും. അപ്പോൾ ഈ വിജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാതെ വരും. വിജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ ബോധ്യപ്പെടുത്തലുകളെല്ലാം പ്രയോജനമില്ലാതായിത്തീരും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? വിജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഉണ്ടായി കാണിക്കുക എന്നുള്ളതല്ല. അത് അസ്പന്ദം തന്നെ. സദാചലത്വം, അത് അചലമാണ്. സദാ അചലമായി സ്ഥിതി ചെയ്താലും അവിദ്യ കൊണ്ട് അല്ലെങ്കിൽ മായ കൊണ്ട് ഇതിൽ സ്പന്ദനങ്ങൾ ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു. അനുഭവത്തിൽ പ്രപഞ്ചാനുഭവം സർവ്വം ഉണ്ടാകും. സ്വപ്നത്തിലുണ്ടാകുന്നതുപോലെ സുഷുപ്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുമ്പോഴും എല്ലാം പ്രകാശിക്കുന്നു. ജാത്യാധ്യാഭാസ വിജ്ഞാനെ അചലേ കിം കൃതായിത്യ. ഇത് പിന്നെ എങ്ങനെ സംഭവിക്കുന്നു? ഈ ആഭാസങ്ങൾ വിജ്ഞാനെ അചലേ, അചലമായ വിജ്ഞാനത്തിൽ എങ്ങനെ സംഭവിക്കുന്നു? അതെ, അലാദവും അചലമായിരുന്നു. പിന്നെ അതിലൊരു ചലനം സംഭവിച്ചു, അതിൽ നാനാരൂപങ്ങൾ വന്നു. അതുപോലെ വിജ്ഞാനവും അചലമായിരിക്കുന്നു, അതിലൊരു ചലനം സംഭവിക്കുന്നു മായാശക്തിയുടെ. ഇപ്പൊ വിജ്ഞാനത്തിൽ ഈ പ്രതീതി ഉണ്ടാകുന്നു. ജീവ ഈശ്വര ജഗത് ഭേദങ്ങളെല്ലാം ഉണ്ടാകുന്നു. ജീവനെ ഈശ്വരൻ സൃഷ്ടിച്ചു, ജഗത്തിനെ ഈശ്വരൻ സൃഷ്ടിച്ചു.
ഇതെല്ലാം വിജ്ഞാനത്തിന്റെ പ്രതീതി മാത്രമാണ് എന്ന് വിജ്ഞാനത്തിന്റെ തലത്തിൽ ബോധ്യപ്പെടണം. അതിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താണ്, പ്രപഞ്ചത്തിൽ സത്യബോധം വരുമ്പോൾ പിന്നെ ഇവിടെ ഈ ജീവ ഈശ്വര ജഗത് ഭേദങ്ങളെല്ലാം നിൽക്കും. ജഗത്ത് വേറെയായി, ജഗത്തിനെ സൃഷ്ടിക്കുന്ന ഈശ്വരനെന്നായി, ആ ഈശ്വരനെ സൃഷ്ടിയായ ജീവന്മാർ അനന്തമായി, ഇതെല്ലാം വരും. ഇവിടെ ആ നിലയ്ക്കല്ല ചിന്തിക്കുന്നത്. അങ്ങനെയും ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇവിടെ പറയുന്നതല്ല, വിജ്ഞാനത്തിന്റെ തലത്തിൽ മാത്രം നിൽക്കും. വിജ്ഞാനത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുക, അതാണ്. അപ്പോൾ വിജ്ഞാനത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് മറ്റൊരു വിജ്ഞാനത്തെ ആർജിക്കുകയല്ല. വിജ്ഞാനത്തിൽ ഇത് പ്രകാശിക്കുന്നു എന്നേ ഉള്ളൂ. വിജ്ഞാനം ഇതിനെ പ്രകാശിപ്പിക്കുന്നു. വിജ്ഞാനം പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു. ഏതുപോലെ ഭ്രമത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ വിജ്ഞാനം സ്വയം സത്യരൂപത്തിൽ പ്രകാശിക്കുന്നു. താത്കാലികമായിട്ടാണെങ്കിൽ ഒരു തരത്തിലും ആർജിച്ചെടുക്കാത്ത വിജ്ഞാനം പ്രകാശിക്കുന്നു. അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പോലെ. സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ആയാസം വേണ്ട. എന്തുകൊണ്ടാണ്? അത് ഭ്രമമായിരുന്നുകൊണ്ടാണ്. ആയാസം കൂടാതെ തന്നെ സ്വപ്നമുക്തി സംഭവിക്കുന്നു. പക്ഷേ ആ മുക്തിയിൽ നിൽക്കാൻ കഴിയുന്നില്ല. വീണ്ടും അടുത്ത രംഗത്തേക്ക് കടന്നു പോകുന്നു. വീണ്ടും ഭ്രമത്തിലേക്ക് അടിമപ്പെട്ടു പോകുന്നു. പക്ഷെ ആ സ്വപ്നമുക്തി എന്ന് പറയുന്നത് അത് സത്യത്തിന്റെ നിലയാണ്, വിജ്ഞാനത്തിന്റെ നിലയാണ്. വീണ്ടും മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് വിജ്ഞാനസന്ധി എന്നെല്ലാം പറയുന്നത്. അത് തന്നെയാണ് എല്ലാ ഭ്രമമുക്തിയിലും സംഭവിക്കുന്നത്. അവിടെ പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? കിം കൃത, എന്തുകൊണ്ട് ഇത് വീണ്ടും സംഭവിക്കുന്നു? വിജ്ഞാനിയാച്ചലേ, അതിനൊരു സമാധാനമേ ഉള്ളൂ. എന്താണ്? അമായാശക്തി, അവിദ്യാശക്തി, അതുകൊണ്ട് സംഭവിക്കുന്നു. കാര്യകാരണത അഭാവാജന്യജനകത്വ അനുപത്തേഹേ അഭാവരൂപത്വ അചിന്യാസ്തേ യഥസ്തൈവ. ഇത് വിജ്ഞാനത്തിൽ പ്രകാശിക്കുകയാണ് ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം. ഇപ്പൊ സാറിന് ചോദിക്കും, എന്തിനിത് അങ്ങനെ പ്രകാശിക്കണം? പ്രകാശിക്കാതിരുന്നൂടെ? അപ്പൊ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? സുഷുപ്തി പോലെ ഇരിക്കാനാണ്. അതല്ലല്ലോ. കാരണം അത് ആഗ്രഹിക്കേണ്ട കാര്യമില്ല, തനിയെ വന്നു ചേരുന്നതാണ്. ഇവിടെ എന്താണ്? മറ്റെന്തോ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം എന്നൊക്കെയുള്ള സങ്കല്പത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മോക്ഷം എന്നൊക്കെയുള്ള സങ്കല്പത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് സുഷുപ്തിയല്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് പരമാർത്ഥമെന്നും പറയുന്നു. അത് പരമാർത്ഥമാണെങ്കിൽ പിന്നെ എന്തിന് ഈ പ്രതീതി, എന്തിന് ഈ പ്രപഞ്ചാനുഭവം? അതിന് സമാനം പറയാണ് കാര്യകാരണതാഭാവ. ഇതിന് യാതൊരു തരത്തിലുള്ള യുക്തിയും കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല. കാര്യകാരണ ബന്ധം നിന്നാലേ യുക്തിയുള്ളൂ. അതിവിടെയില്ല. ജന്യജനകത്വ അനുഭൂതി, ഇവിടെ ഒരു ജന്യജനകഭാവം കണ്ടുപിടിക്കാൻ വയ്യ. ഇത് ഇന്നതിൽ നിന്നുണ്ടായി, ഇന്നതുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് നിർണയിക്കാൻ വയ്യ. അഭാവരൂപത്വ, പരമാർത്ഥത്തിലൊരു അഭാവമാണ് അസത്. ഇവിടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചിത്ത്, മറ്റൊന്ന് അചിത്ത്.
ചിത്തിന്റെ പ്രതീതിയാണെന്ന് പറഞ്ഞപ്പോൾ എന്തായി പ്രതീതി? അതിന് പറയാം അചിത്ത്, ചിത്തല്ലാത്തതെന്ന് പറയാം. ഇതെന്തിനിങ്ങനെ അനുഭവപ്പെടണം എന്ന് ചോദിച്ച് ബുദ്ധിയെ കുഴയ്ക്കേണ്ട കാര്യമില്ല എന്നാണ്. അത് അനുഭവപ്പെടാതിരുന്നെങ്കിൽ സാറിന് ചോദിക്കുമല്ലോ, എങ്ങനെ ഈ ബന്ധനം ഉണ്ടായി, എങ്ങനെ സംസാരം ഉണ്ടായി, സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ സാറിന് ചോദിക്കാറുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കരുതും നമ്മൾ വലിയ മിടുക്കന്മാരാണെന്ന്, ബുദ്ധിമാന്മാരാണെന്നാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അതൊരു ബുദ്ധിശൂന്യമായൊരു ചോദ്യമാണ്. എന്തുകൊണ്ട്? അചിന്ത്യ. അത് ചിന്തയ്ക്ക് വിഷയമാകുന്ന കാര്യങ്ങളല്ല. കാരണം അപ്പോ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യൻ പരീക്ഷണ നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നതോ ഇത് അചിന്ത്യമായതുകൊണ്ട് തന്നെ അതൊന്നും ഒരിക്കലും അവസാനിക്കത്തില്ല. ഒരു സമാധാനം 100 ചോദ്യങ്ങളെ ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഇതെങ്ങനെ അവസാനിക്കും? അചിന്ത്യമായ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇതെവിടെ ചെന്ന് ചേരും? എന്തുകൊണ്ടാണ്? ഈ വിജ്ഞാനത്തിലാണ് അനന്തമായ ഈ കാലദേശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അനന്തമായ കാലദേശത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്താലും അതെല്ലാം അനന്തമായി തന്നെ ഇരിക്കും. കാരണം ഇതിനാധാരമായിരിക്കുന്ന എന്താണ്? അനന്തമായ കാലദേശങ്ങളാണ്. അപ്പം നിങ്ങളിതിൻ്റെ എന്താണ്, എങ്ങനെ ഉണ്ടായി എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇത് അനന്തമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അചിന്ത്യാഹ, ഇത് അചിന്ത്യങ്ങളാണ് ഈ ഭാവങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ സത്യാസത്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോയാൽ അതാണ് അനവസ്ഥാദോഷമെന്നും പറയും. ഒരിക്കലും നിർണയത്തിലെത്താൻ ഒക്കത്തില്ല. ശരി, ഇനി ഞാനൊരു നിർണയത്തിലെത്തിയെന്നിരിക്കട്ടെ, അത് മറ്റൊരാളിനെ സമാധാനപ്പെടുത്തത്തില്ല. അങ്ങനെ പോകും. അതിന് ആത്യന്തികമായൊരു സമാധാനമില്ല എന്നാണ്. കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതിൽ കാര്യകാരണഭാവമില്ല, ജന്യജനകത്വമില്ല, ഇത് അസത്താണ്. അസത്തിനെങ്ങനെയാ ചിന്തയ്ക്ക് അവസാനം ഉണ്ടാകുന്നത്? ഇല്ല. നിങ്ങൾ സ്വപ്നത്തിൽ ഗവേഷണം നടത്തിയാൽ അത് അവസാനിക്കണമെങ്കിൽ സ്വപ്നം അവസാനിക്കും. അല്ലാതെ അവിടുത്തെ ഒരു പരിപാടികളും അവസാനിക്കത്തില്ല. സ്വപ്നം അവസാനിക്കുന്നതുവരെ എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അനന്തകാലങ്ങളിൽ അത് തുടർന്നുകൊണ്ടിരിക്കും. ആ സ്വപ്നം അവസാനിക്കുമ്പോൾ എല്ലാം അവസാനിക്കും. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഭൗതികമായ പദാർത്ഥങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചോ വിശേഷതകളെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്നില്ല. ആത്മീയതയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നില്ല. ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഭൗതികമായ തലത്തിൽ അതിനെ പഠിക്കാം, ഭൗതികമായതിനെയൊക്കെ ഉപയോഗിക്കാം, അതിന്റെ ഗുണവും ദോഷവും അനുഭവിക്കാം. പക്ഷെ ആധ്യാത്മികമായ തലത്തിൽ അതൊരു പഠന വിഷയമേ അല്ല. അതിനെക്കുറിച്ചൊന്നേ പറയാനുള്ളൂ. എന്താണ്? അചിന്ത്യ. ചിലടത്ത് പറയും അനിർവചനീയ എന്നാണ്. അനിർവചനീയ എന്ന് പറയുന്നത് തന്നെയാണ് മായയുടെ ലക്ഷണവും പറയുന്നത്. അവിദ്യയെക്കുറിച്ച് പറയുന്നു അത് തന്നെ, അനുവചനീയ. പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു അത് തന്നെ, അനുവചനീയ. അതുകൊണ്ട് ആധ്യാത്മികമായി ചിന്തിക്കുന്നവർക്ക് ഈ വസ്തുക്കളുടെ രഹസ്യം എന്താണെന്ന് അറിയുന്നതിനുള്ള ജിജ്ഞാസ ശമിക്കും. കാരണം അത് അനന്തമാണ്, ആ ജിജ്ഞാസ അനന്തമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. യഥാ സദൈവ, അതെന്നും എന്നെല്ലാം അത് ചിന്തയ്ക്ക് വിഷയമായിരിക്കുമോ അന്നെല്ലാം അത് അചിന്ത്യം തന്നെയായിരിക്കും. ഇതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഇത്
എന്താണ്? കേവലം വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ്. യഥാസത്സു ഋജ്വാധ്യാഭാസേഷു ഋജ്വാദിബുദ്ധി ദൃഷ്ട അനാഥമാത്രേ. പ്രപഞ്ചത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. അസസ്സു ഋജ്വാദ്യാഭാസേഷു, അവിടെ കാണുന്ന ഈ നാനാ ആകാരങ്ങൾ അനാഥത്തിൽ കാണുന്നു. അത് പരമാർത്ഥത്തിലുള്ള അത് അസത്താണല്ലോ. അഗ്നികണത്തിൽ നിന്ന് വേറിട്ടെല്ലാം അവിടെ അസത്ത്. ഋജ്വാദിബുദ്ധി എന്നാലും പ്രതീതിയിൽ അത് നിലനിൽക്കുന്നു. വാസ്തവത്തിൽ പ്രതീതി നിന്നാൽ മതി. പ്രതീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ദോഷമില്ല. പ്രതീതിയിലെ നിൽക്കാവൂ. അലാത മാത്രമേ അവിടെ ശേഷിക്കുന്ന എന്താണ്? കേവലം ഒരു അഗ്നിപുഞ്ചം, അത് മാത്രമാണ് അവിടെ ശേഷിക്കുന്നത്. തഥാ അസസ്സേവ ജാത്യാദിഷു വിജ്ഞാനമാത്രേ ജാത്യാദിബുദ്ധിർ നിഷേവേദി സമുദായാർത്ഥം. ഇതുവരെ പറഞ്ഞു വന്ന അതിന്റെ താല്പര്യം പറയുകയാണ് ഭാഷ്യകാരൻ. ഈ പറയുന്ന കാരികയുടെയും അടുത്തു വരുന്ന കാരികയുടെയും കൂടെ ചേർത്ത് പറയുകയാണ്. അസസ്സേവ ജാത്യാദിഷു, ഇവിടെ നിരന്തരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജന്മസ്ഥിതി ഭംഗങ്ങൾ, അതിൽ നിന്ന് നാനാകാരങ്ങൾ, ശരീരം ഉൾപ്പെടെയുള്ള ദൃഢമായ പ്രപഞ്ചപ്രതീതി, ആഭാസമാണെന്ന് ഒരിക്കലും ബോധിക്കാൻ കഴിയാത്ത രീതിയിൽ ദൃഢമായ സത്യബോധത്തോടുകൂടി നിലനിൽക്കുന്ന ഈ പ്രപഞ്ചപ്രതീതി എന്താണ്? വിജ്ഞാനം മാത്രമേ, കേവലമായ വിജ്ഞാനം മാത്രമാണ്, ഏകമായ വിജ്ഞാനമാണ്. അതിലുള്ള മൃഷയവ കേവലമായ അചിത്താണ്, അസത്താണ്. അത് അസത്താണെന്ന് ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ടാലും പോരാ, അത് അസത്തായി തന്നെ പ്രതീതമാകണം. എങ്ങനെയാണോ വിജ്ഞാനത്തിൽ പ്രപഞ്ചം സത്തായി പ്രതീതമായി കൊണ്ടിരിക്കുന്നത്, ഇപ്പം അതാരും പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇത് വിജ്ഞാനത്തിൽ അസത്തായി പ്രതീതമാകണം. മുഷ ഏവ എന്ന് പറഞ്ഞിരിക്കുന്നു, ഉറപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ വിജ്ഞാനമല്ലാതെ മറ്റൊന്നും ഇവിടെ സത്യമായി പ്രതീതമാകുന്നുമില്ല. ഏതെങ്കിലും സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ വിജ്ഞാനത്തിലാണ്, വസ്തുവിലല്ല. സത്യമെന്ന് നമ്മൾ അറിയുന്നത് എന്താണ്? അറിവിനെയാണ് അറിയുന്നത്. അറിവുകൊണ്ടാണ് വസ്തുവിൽ സത്യത്തെ കാണുന്നത്. അത് അറിവിന്റെ തന്നെ സത്യത്വമാണ്. അതുകൊണ്ടാണ് അറിവ് വസ്തുവിൽ സത്യത്വത്തെ ആരോപിക്കുന്നു എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, ഭ്രാന്തിയിലും ആ ഭ്രാന്തിയിൽ നിന്ന് മുക്തമാകുന്നത് അനുസ്യൂതമായിരിക്കുന്ന വിജ്ഞാനമാണ്. മറ്റുള്ളതെല്ലാം അസത്താണ്, മൃഷായവ. അതാണ് ഇതിന്റെ താല്പര്യം. അടുത്തു വരുന്ന കാരികയുടെയും താല്പര്യം ഇത് തന്നെയാണെന്ന് ഭാഷ്യകാരൻ പറയുന്നു. അതുകൊണ്ട് അചിന്ത്യമായിരിക്കുന്നത് കൊണ്ട് മൃഷ അസത്താണ് എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. വിജ്ഞാനേ സ്പന്ദമാനേ വൈ നാഭാസാന്യതോ ഭുവ ന തതോന്യത്ര നിസ്പന്ദാൻ ന വിജ്ഞാനം വിശന്തി തേ ന നിർഗതാസ്തേ വിജ്ഞാനാത് ദ്രവ്യത്വാഭാവയോഗത കാര്യകാരണതാഭാവാത്
യതോ ചിന്ത്യാ സദൈവതേ. നേരത്തെ അനാദത്തിൽ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു. ഇത് നിർഗത വിജ്ഞാനാത്, ഇത് വിജ്ഞാനത്തിൽ നിന്ന് പ്രകടമായതല്ല. എന്തുകൊണ്ട്? ദ്രവ്യത്വ അഭാവയോഗത, അതിനൊരു ഉണ്മയില്ല, സത്യത്വമില്ല. സ്വപ്നത്തിൽ എന്തെങ്കിലും വിജ്ഞാനത്തിൽ നിന്ന് പ്രകടമായോ? ഇല്ല. കേവലം വിജ്ഞാനം മാത്രമാണ് ഉണ്ടായത്, സത്യമായൊന്നും പ്രകടമായില്ല എന്ന് ദൃഢമായ അനുഭവം വരുന്നു. അതിൽ നിന്ന് മോചിക്കുമ്പോൾ അത്തരം ഒരു അനുഭവത്തെ വച്ചുകൊണ്ടിവിടെ പറയുകയാണ്, വിജ്ഞാനത്തിൽ നിന്നും ഇത് വന്നതല്ല, സത്യമായി വെളിപ്പെട്ട ഒന്നല്ല. കാര്യകാരണതാഭാവ. ഇനി ഇവയ്ക്ക് തമ്മിലൊരു ബന്ധവുമില്ല. ഈ വിജ്ഞാനത്തിനും വിജ്ഞാനത്തിൽ കാണുന്ന ഈ പ്രതീതിക്കും തമ്മിലും കാര്യകാരണഭാവമില്ല. നേരത്തെ പറഞ്ഞെന്താണ്? പുറമേ കാണുന്നവയ്ക്ക് പരസ്പരം കാര്യകാരണഭാവം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതിനും കാര്യകാരണഭാവമില്ല. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ ആ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് വസ്തുക്കൾ ഉണ്ടായെങ്കിൽ പറയാം, വിജ്ഞാനം കാരണമായിരുന്നു, വസ്തുക്കൾ കാര്യമാണ്. വേറിട്ടൊന്നും ഉണ്ടായില്ലല്ലോ, പുതുതായിട്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ണാടിയിലെ പ്രതിബിംബത്തിന് നമ്മൾ സാധാരണ പറയും കണ്ണാടി കാരണമാണ്. ഒരിക്കലും കണ്ണാടി കാരണമല്ല. എന്തുകൊണ്ട്? കണ്ണാടിക്ക് നമ്മളൊരു വസ്തുത്വം കൽപ്പിക്കുന്നുണ്ട്. അതിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്താണ് വസ്തുത്വമുള്ളത്? അതൊരു വസ്തുവാണ്, വസ്തുവല്ല. ഒരു വസ്തുവല്ല എന്ന് പറയുകയും അതിന് കണ്ണാടി കാരണമാണെന്ന് പറയുകയും ചെയ്യുന്നത് പോലെയാണ്. അതിന്റെ അവസ്തുത്വം നമുക്ക് ബോധ്യപ്പെടും, വസ്തുവല്ല. അതാ വസ്തുവല്ലെങ്കിൽ പിന്നെന്താ അവിടെ കാരണം? അപ്പൊ നമ്മളവിടെ ധരിക്കുന്ന എന്താണ്? അവിടെ എന്തോ ഒരു കാര്യമുണ്ടായി. എങ്ങനെ? കണ്ണാടിയിൽ നിന്നും വേറിട്ട് ഒരു കാര്യമായ ഒന്നുണ്ടായി, അതിന് കാരണമായി കണ്ണാടിയെ കൽപ്പിക്കുന്നു. കണ്ണാടിയിൽ നിന്നും വേറിട്ട് അവിടെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിൽ നമുക്ക് പറയാം എന്താണ്? അത് കാരണമാണ്. എന്നാലും എല്ലാം കൽപ്പിക്കുന്നു. കണ്ണാടി, അതിലെ പ്രതിബിംബം, കണ്ണാടി കാരണമാണ്, പ്രതിബിംബം കാര്യമാണ്, ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്നു. അവസ്തുവായ ഒന്നിനെ കാര്യമായി കാണുന്നു, അതിനൊരു കാരണത്തെയും കൽപ്പിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒരു പ്രതീതിയുണ്ട്. ശരിയാണ്, പ്രതിബിംബ പ്രതീതിയുണ്ട്. ആ പ്രതിബിംബ പ്രതീതിയില്ലെന്നല്ല പറയുന്നത്. ആ പ്രതിബിംബ പ്രതീതിയെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കൽപ്പിച്ചോ ആ കൽപ്പനകളെല്ലാം അസംബന്ധമാണ്. പിന്നെന്താ പ്രതീതി? അചിന്ത്യമാണ്. സത്യമാണോ? അല്ല. എന്നാൽ അസത്യമാണോ? അല്ല. അങ്ങനെ തീരുമാനിക്കാൻ വയ്യ. അതാണ് ബിംബത്തിന്റെ സ്ഥിതി, പ്രതിബിംബത്തിന്റെ സ്ഥിതി അതാണ്. അതുപോലെ എന്താണ്? കാര്യകാരണതാഭാവ. ഇതിൽ കാര്യകാരണഭാവത്തെ കൽപ്പിക്കാൻ വയ്യ. വിജ്ഞാനം കാരണമാണ്, അതിന്റെ കാണുന്ന ആഭാസം അത് അതിന്റെ കാര്യമാണെന്നൊന്നും പറയാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാര്യകാരണഭാവത്തെ പ്രതിബിംബത്തിന് ഉറപ്പിക്കും. സ്ഥൂലമായ ബുദ്ധിയിൽ നമ്മൾ പറയും ആകാശത്ത് സൂര്യൻ നിൽക്കുന്നു, ജലത്തിൽ പ്രതിബിംബം ഉണ്ടായി, ഈ പ്രതിബിംബത്തിന് കാരണമാണ് സൂര്യൻ എന്നൊക്കെ പറയും. അതുപോലെ ഈ പ്രതീതിക്ക് നമ്മളൊരു കാരണം വേണമെങ്കിൽ പറയാം. എന്താണ്? ഈ വിജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായി, ഒരു കാരണമില്ലാത്ത കാര്യം ഉണ്ടാകത്തില്ല എന്നെല്ലാം പറയാം. പക്ഷേ ആ സത്യത്തോടടുക്കുമ്പോൾ, വിജ്ഞാനത്തോടടുക്കുമ്പോൾ മനസ്സിലാകും എന്താണോ? സ്വപ്നത്തിൽ കാര്യകാരണഭാവമില്ല. സ്വപ്നത്തിൽ വിജ്ഞാനത്തിൽ നിന്ന് ആനയും കുതിരയൊന്നും ഉണ്ടായില്ല. കേവലം പ്രതീതി മാത്രമാണ്.
അപ്പോൾ കേവല പ്രതീതിയെ ഒരിക്കലും നമുക്കൊരു കാരണത്തോട് ഘടിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് ഒരിക്കലും ഒരു കാര്യമായും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രതീതിക്ക് വിജ്ഞാനം കാരണമല്ല, വിജ്ഞാനത്തിൽ നിന്ന് സത്തായ ഒരു കാര്യവും സംഭവിക്കത്തുമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാലും വീണ്ടും നമ്മൾ വിടത്തില്ല. പിന്നെ എന്തുകൊണ്ടിത് കാണുന്നു, എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, എന്തുകൊണ്ടിതിൽ സത്യത്വ ബുദ്ധി വന്നു, എന്തുകൊണ്ടിത് സ്ഥൂലമായും ദൃഢമായും നിരന്തരമായും അനുഭവപ്പെടുന്നു പറയുന്നു. അചിന്ത്യ, അചിന്ത്യമാണ്. ഏതുപോലെ അചിന്യം? നമ്മൾ ഒരു മരീചികയിലെ ജലത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന പോലെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒന്നേ ഉള്ളൂ, അത് അചിന്ത്യമാണെന്ന്. അതിനപ്പുറം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതെവിടെ ചെന്നേക്കും? ജാഗ്രതത്തിലിരുന്നുകൊണ്ട് സ്വപ്നത്തിലെ വസ്തുക്കളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ, ചിന്തിക്കാൻ ശ്രമിച്ചാൽ അതെവിടെ ചെന്നേക്കും? അതുകൊണ്ട് പറയുന്നു, നിങ്ങളിതിനെ സത്യമെന്ന് ധരിച്ചാലും ശരി, അസത്യമെന്ന് ധരിച്ചാലും ശരി, ഇത് എന്തിന്റെയെങ്കിലും കാര്യമാണെന്നോ കാരണമാണെന്നോ എന്തൊക്കെ ധരിച്ചാലും ശരി, ഇതെന്താണ്? സദായവ. നിങ്ങൾ അജ്ഞനാണോ ജ്ഞാനിയാണോ എന്നുള്ളതൊന്നും വിഷയമല്ല. സദാ ഈ വിജ്ഞാനത്തിൽ കാലദേശഭ്രാന്തി, ഈ പ്രതീതി ഉണ്ടായിരിക്കുമ്പോൾ എന്ന് പറയുന്നതും കാലത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോ സദാ, അതാണ് സദാ എന്ന് പറയുന്നത്. ഇത് അചിന്യമായി തന്നെ ഇരിക്കും. അതുകൊണ്ട് ബാഹ്യമായതിന്റെ സത്യത്തെ അറിയണം, അറിഞ്ഞേ തീരൂ എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ വിജ്ഞാന സ്പന്ദനമായി മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. അതാണ് സദൈവത്തെ അചിന്ത്യ, ഇത് സദാ അചിന്യമാണ് എന്നെങ്കിലും മനസ്സിലാക്കുക എന്നാണ്. നിർഗതാസ്തേ വിജ്ഞാനാത് ദ്രവ്യത്വാഭാവയോഗത കാര്യകാരണതാഭാവാത് യതോ ചിന്ത്യാ സദൈവത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി.